നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഗൂഗിളുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സ് ആണ്. നമ്മൾ തുടരെയായിട്ട് ഒരുപാട് ദിവസങ്ങളായി ഗൂഗിളിൻ്റെ സെറ്റിങ്സുകളും ഗൂഗിളിൻ്റെ സെക്യൂരിറ്റിയും നമ്മൾ ബ്രൗസ് ചെയ്യുന്നതിൻ്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇന്ന്. മാത്രമല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ കൂടുതൽ സെക്യൂരിറ്റി നൽകുന്ന ഗൂഗിളിൻ്റെ ഒരു സെറ്റിങ്സ് ആണ്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായും ചെയ്തു വെക്കണം. നിങ്ങൾ പല വെബ്സൈറ്റിലും കയറുമ്പോൾ നിങ്ങളുടെ ഡാറ്റകൾ ചോർത്താനും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ വരെ കാരണമാകുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകൾ ഇപ്പോൾ ധാരാളം ലിങ്കുകൾ വരാറുണ്ട്. വാട്സപ്പിലൂടെയാണ് പ്രധാനമായിട്ടും ലിങ്കുകൾ വരാറുള്ളത്. ഇത്തരം ലിങ്കുകളിലൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ സെക്യൂരിറ്റി നൽകുന്നതിന് വേണ്ടി ഗൂഗിളിൻ്റെ ഭാഗത്ത് നിന്നൊരു സെറ്റിങ്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിനുവേണ്ടി ഇപ്പോൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നമ്മൾ ഗൂഗിൾ ക്രോമിൻ്റെ സെർച്ച് ബാറിൽ മൈ അക്കൗണ്ട് എന്ന് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ ടൈപ്പ് ചെയ്യുക. മൈ അക്കൗണ്ട് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിലുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫീച്ചറിലേക്ക് എത്തും. നമ്മുടെ ജിമെയിൽ എത്ര ജിമെയിൽ ഉണ്ടോ അതെല്ലാം നോക്കി വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് ജിമെയിലാണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. താഴെ ഭാഗത്തേക്ക് നോക്കുക. ഇവിടെ നമ്മുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തതാണ്. അത്തരത്തിൽ ഒരു എക്സ്ട്രാ സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ള ഓപ്ഷൻ കാണും. നമ്മളത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കുക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാനേജ് ഓൾ വെബ് ആപ്പ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക. നമ്മൾ ഇതുവരെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഗൂഗിൾ പ്ലേ സ്റ്റോർ, അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കോൾ ചെയ്ത ഡീറ്റെയിൽസുകൾ, നമ്മുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, ഇതെല്ലാം മറ്റൊരാൾക്ക് നമ്മൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും കാണാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിൾ പ്രൊട്ടക്റ്റ് യു പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയൊരു സെറ്റിങ്സ് ആണ്. പക്ഷേ ഇത് വലിയൊരു സെറ്റിങ്സ് കൂടെയാണ്. എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷനും രണ്ടാമത് നോട്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷനും. നമ്മൾ നിർബന്ധമായും ചെയ്തു വെക്കേണ്ടതാണ്. എക്സ്ട്രാ വെരിഫിക്കേഷൻ നമുക്ക് വേണം എന്നുള്ളത്. അത് ആദ്യത്തെ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് സേവ് ചെയ്ത് വെക്കുക. വളരെ സിമ്പിളാണ്. ഗൂഗിൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നിർബന്ധമായും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് ആണ്. ഇത് നമ്മൾ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഈ ഒരു നമ്മുടെ ഡീറ്റെയിൽസുകൾ, നമ്മുടെ ഈ വെബ് ആക്ടിവിറ്റികളൊക്കെ മറ്റാർക്കെങ്കിലും ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ ലോക്ക് കാണാൻ സാധിക്കും. യൂസ് യുവർ സ്ക്രീൻ ലോക്ക് എന്നുള്ളത് ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും കാണാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇനി ഈ ലോക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.